സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. പ്രിയ ദൈവജനമേ, വിശുദ്ധ ബൈബിളിൽ നിന്ന് ജോസഫിനെ കുറിച്ച്, പഴയ നിയമഭക്തനായ ജോസഫിനെ കുറിച്ച് അല്പസ്വല്പം പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സ്തോത്രം. സങ്കീർത്തനം 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാന്മാർ. സങ്കീർത്തനം 1-2-3 മൂന്നാം വാക്യം. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക സമയത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം. ജോസഫിനെ ഒരു വൃക്ഷത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. സ്തോത്രം. ജോസഫിനെ നട്ടത് ദൈവമാണ്. അതുകൊണ്ട് ദൈവം തന്നെ അതിനെ വളർത്തും. നട്ട ദൈവത്തിനെ വളർത്താൻ ശക്തിയും പ്രാപ്തിയുമുണ്ട്. വിശ്വസിക്കുക മാത്രം. സ്തോത്രം. ജോസഫിനെ നട്ടിരിക്കുന്ന മതിലിനരികെയാണ്. മതിൽ കാണിക്കുന്ന അതിർത്തി. സ്തോത്രം. ജോസഫിന് സഹോദരന്മാർ കൊടുത്ത അതിർത്തിയാണ് പൊട്ടക്കിണർ, മിദ്യാനിൽ അടിമച്ചന്ത, കാരാഗ്രഹം. എന്നാൽ ജോസഫ് കഷ്ടത്തിലൂടെ കടന്നുപോയെങ്കിൽ വിശുദ്ധിക്ക് വേണ്ടി നിന്നതുകൊണ്ട്, ന്യായപ്രമാണം ലഭിക്കാത്ത കാലത്ത് തൻ്റെ വിശുദ്ധി സൂക്ഷിച്ചതുകൊണ്ട് ദൈവം ജോസഫിനെ മാനിച്ചു. കാരാഗ്രഹത്തിൽ നിന്ന് ഈജിപ്തിലെ ഫറവോൻ രാജ്യത്തെ മിസ്രൈമിലെ പ്രധാനമന്ത്രിയായി. സ്തോത്രം. ആദ്യം കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ കടന്നുപോയി. അതൊരു പെർമനൻറ്റ് പ്രോസസ് അല്ല. കടക്കാനുള്ളതാണ് കണ്ണുനീരിൻ്റെ താഴ്വര. കണ്ണുനീർ താഴ്വര അത് ജലാശയമാകും. ജലാശയമുണ്ടെങ്കിൽ അട്രാക്ഷൻ പ്ലേസ് ആകാൻ പോവുകയാണ്. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആകുവാൻ പോവുകയാണ്. അതിൽ വൃക്ഷങ്ങളുണ്ടാകും. വൃക്ഷങ്ങളിന്മേൽ പക്ഷികൾ വന്നിരിക്കും. ഒരു റിലാക്സ് ആവാൻ പോവുകയാണ്. സ്തോത്രം. നിലവിളിച്ചവർ പരിഹാസം കേട്ടവരുണ്ടോ? നീ പലർക്കും ഒരു അട്രാക്ഷൻ ആകുവാൻ പോകുകയാണ്. കാരണം റിലാക്സ് ആകുവാൻ പോകുകയാണ്. വെള്ളം ആറ്റരികത്ത് എന്ന് പറഞ്ഞാൽ വെള്ളത്തിനരികത്ത്. വെള്ളം കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെ, വചനത്തിൽ പരിശുദ്ധാത്മാവിൽ വേരി നിൽക്കുന്ന നിന്റെ ഇല വാടില്ല. ജോസഫേ, നിന്റെ ഇല വാടില്ല. നീ പടർന്നു വന്നിരിക്കാൻ പോകുകയാണ്. സ്തോത്രം. സുവിശേഷത്തിന് സീസണില്ല. മഴക്കാലത്ത് പ്രസംഗിച്ചാലും വേനൽക്കാലത്ത് പ്രസംഗിച്ചാലും അതതിൻ്റെ പ്രവൃത്തി ചെയ്യും. വൃക്ഷങ്ങൾക്ക് ഫലത്തിൻ്റെ സീസണുണ്ട്. ദൈവം സീസൺ ഓപ്പണാക്കിയാൽ മരണം വരെയാണ്. ജോസഫ് ഒരു ഉദാഹരണം. സ്തോത്രം. ജോസഫിനെ ദൈവം മാനിച്ചു. സ്തോത്രം. ദൈവം ജോസഫിൻ്റെ ടൈം വന്നപ്പോൾ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം. ബ്ലെസ്സിങ് വിത്തൗട്ട് നമ്പർ. അളക്കാൻ പറ്റില്ല, എണ്ണാൻ പറ്റില്ല. അത്ര അധികം ദൈവം ജോസഫിന് കൊടുത്തു. സ്തോത്രം. നാം വിശ്വസ്തരായി നിന്നാൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടും. ജോസഫിന് വേണ്ടി ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടു. സങ്കീർത്തനം 1-3 വാക്യത്തിൽ പറയുന്ന പോലെ ഇലവാടാത്ത വൃക്ഷം.
തക്ക സമയത്ത് ഫലം കായ്ക്കുന്നു. തിരുവചനം പറയുന്നു, വാർദ്ധക്യത്തിൽ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. നീ ഞാൻ യഹോവയുടെ സന്നിധിയിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറുണ്ടോ? നിന്റെ കുടുംബവും തലമുറയും അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ജോസഫ് അനുഗ്രഹമായി മാറി. കാരണം ജോസഫ് ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നു. സ്ഥിതിക്ക് വേണ്ടി ഉറച്ചു നിന്നു. ദൈവം ജോസഫിനെ മാനിച്ചു. ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി. സ്തോത്രം. നീണ്ട വർഷങ്ങൾ പ്രധാനമന്ത്രിയായി ഭരിച്ചു ഈജിപ്തിനെ. ഫറവോന് പറയാനുള്ളത് ജോസഫിനെ കുറിച്ച്, ഇതുപോലെ ദൈവാത്മാവുള്ള മനുഷ്യനെ കണ്ടെത്താനാകുമോ? ലോകത്തെല്ലായിടത്തും ക്ഷാമമുള്ളപ്പോൾ ഈജിപ്തിൽ മാത്രം ക്ഷാമമില്ല. ജോസഫ് ക്ഷാമകാലത്ത് ക്ഷാമകാലത്തേക്കുള്ളത് കരുതി പാണ്ഡികശാലയിൽ വേണ്ടുവോളം ധാന്യങ്ങൾ. ജോസഫിന് സഹോദരങ്ങൾ കടന്നു വന്നു. ജോസഫിനെ വണങ്ങി. ജോസഫ് പണ്ട് കണ്ട സ്വപ്നം പോലെ സഹോദരങ്ങൾ പിതാവെന്ന് വണങ്ങി. അവർ ധാന്യം വാങ്ങിക്കാൻ വന്നതാണ് ജോസഫിൻ്റെ അടുത്ത്. സ്തോത്രം. എവിടെയും ധാന്യമില്ലാതിരുന്നപ്പോൾ ജോസഫിന് എണ്ണമില്ലാതെ അളക്കാത്തോടത്തോളം ധാന്യം ദൈവം കൊടുത്തു. ജോസഫിന് സീസൺ ഓപ്പൺ ആയപ്പോൾ ജോസഫിനെ മാനിച്ച ദൈവം എന്നെയും മാനിക്കുവാൻ അപ്പോസ്തല ഉപദേശത്തിൽ നിലനിൽക്കണം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. മാനസാന്തരം, സ്നാനം, ആത്മസ്നാനം, വിശുദ്ധി, വേർപാട്, കൂട്ടായ്മ, അപ്പം നുറുക്കൽ, അപ്പോസ്തല ഉപദേശം കേൾക്കൽ എന്നീ കൽപ്പനകൾ അനുസരിക്കുവാൻ തയ്യാറുണ്ടോ? ഒരു ശക്തിക്ക് തകർക്കുവാനാവില്ല. നിന്നെ വാലല്ല തലയാക്കും. നിന്നെ ലോകത്തിൽ അത്ഭുത വിഷയമാക്കും. തക്ക സമയത്ത് പ്രവർത്തിക്കുന്നേ. സ്തോത്രം. ചെങ്കടലിന് മുമ്പിലെത്തിയപ്പോൾ ചെങ്കടൽ രണ്ടായി പിളർന്നു. ചെങ്കൽ പാതയൊരുക്കി ഇസ്രായേൽ ജനത്തിന് വേണ്ടി മോശയുടെ നേതൃത്വത്തിൽ. മോശയുടെ കയ്യിൽ വഴി നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായി പിളർന്നു. ചെങ്കൽ പാതയിൽ ഇസ്രായേൽ ജനം അക്കരയിൽ കടന്നു. സ്തോത്രം. തക്ക സമയത്ത് പ്രവർത്തിച്ച ദൈവം. ഇസ്രായേൽ ജനം ചെങ്കടലിലേക്ക് എത്തുന്നതിൻ്റെ 10 കിലോമീറ്റർ മുമ്പേ ചെങ്കടൽ വേണമെങ്കിൽ ദൈവത്തിന് ഭാവിക്കാമായിരുന്നു. ദൈവത്തിന് പറയും. പക്ഷേ ചെങ്കടലിന് മുമ്പിലെത്തി. തക്ക സമയത്ത് ദൈവം പ്രവർത്തിച്ചു. ജോസഫിന് വേണ്ടി തക്ക സമയത്ത് ദൈവം പ്രവർത്തിച്ചു. ജോസഫിനെ പ്രധാനമന്ത്രിയാക്കി. ജോസഫിനെ ദൈവം മാനിച്ചു. അതുകൊണ്ട് ഫറവോനും മാനിച്ചു, ജനങ്ങളും മാനിച്ചു. ഞാൻ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കാൻ തയ്യാറുണ്ടോ? അത്ഭുത വിഷയമാക്കി നമ്മെ ദൈവം മാറ്റും. നമ്മെ ദൈവം പണിയും. ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. ദൈവമുഖത്തേക്ക് നോക്കുക. ദൈവസന്നിധി നിലനിൽക്കുക. കുശവന് മണ്ണിൻ്റെ മേൽ അധികാരമുള്ള പോലെ ഇടയശേഷനായ ക്രിസ്തുവിന് നമ്മുടെ മേൽ അധികാരമുണ്ട്. കുശവൻ്റെ ചക്രത്തിലാണോ ഞാനും നീയും? കുശവൻ്റെ കൈകളിലാണോ ഞാനും നീയും? മാനവാത്മമായി പണിയുക തന്നെ ചെയ്യും. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഡിറ്റോ വടക്കൻ അക്കിക്കാവ്. സമയം അനുഭവിച്ചെന്ന് കർത്താവ് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഡിറ്റോ വടക്കൻ അക്കിക്കാവ്.